കൃഷ്ണ. ഭക്തമാനസങ്ങളിൽ ആനന്ദത്തിൻ്റെ അമൃതുമഴ പെയ്യുന്ന ഗുരുവായൂർ. ഇന്നത്തെ ഉച്ചപൂജാ വേളയിൽ പൊന്നുണ്ണിക്കണ്ണൻ അതീവ സുന്ദരനായിട്ടാണ് ഉണ്ടായിരുന്നത്. വിശ്വപ്രപഞ്ചത്തിൻ്റെ നാഥൻ ഒരു കുഞ്ഞു പൈതലായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീലകത്തിൻ്റെ വിശുദ്ധിയിൽ നെയ്വിളക്കുകളുടെ സ്വർണ്ണപ്രഭയിൽ മുങ്ങി നിൽക്കണ ഉണ്ണിക്കണ്ണനെ നോക്കൂ. പാദങ്ങളിലെ ചാത്തി പൊന്തളകളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ആ പൊന്തളകൾ ഇങ്ങനെ കിളിങ്ങണ്. അരയിലെ ചാത്തിയ പട്ടുകോണുണ്ട്. പിന്നെ കുമ്പയിലിങ്ങനെ ചേർന്ന് കിടക്കണ കിങ്ങിണിയുണ്ട്. ഭഗവാൻ ഇങ്ങനെ വലത് കയ്യിൽ ഒരു സ്വർണ്ണഗോപിയും ഇടത് കയ്യിൽ ഓടക്കുഴലുമായിട്ട് ഇങ്ങനെ മന്ദഹസിച്ച് സുന്ദരക്കുട്ടനായിട്ട് നിൽക്കുകയാണ്. കഴുത്തിൽ മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു കഴുത്തിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു നെക്ലസ് പോലത്തെ ഒരു മാലയും കൂടിയുണ്ട്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഭഗവാന്റെ കൈകളാണ്. വലത് കയ്യിൽ സ്വർണ്ണഗോപിയും ഇടത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ആ ഭാവം ഉണ്ടല്ലോ, അത് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക ചെയ്യുക. നമ്മളെ ഇങ്ങനെ വിസ്മയിച്ചുകൊണ്ട് അത് കയറി വരിക ചെയ്യുക. നെറ്റിയിൽ ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ചാർത്താൻ ഗോപി കരുതിയ യശോദമ്മ ഉണ്ണീനെ ഇങ്ങനെ ഒരുക്കുമ്പോൾ ബാക്കി വന്ന ഒരു ഗോപിയാണ് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത്. അത് കളിപ്പാട്ടൊക്കെയായി വാങ്ങി കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കണ്ണൻ. ഭക്തർ സ്നേഹത്തോടെ എന്ത് നൽകിയാലും നെഞ്ചോട് ചേർക്കുന്ന കരുണാമയനായ ഭാവമാണ് ഉണ്ണിക്കണ്ണൻ. പിന്നെ ശൂന്യമായ മുളന്തണ്ടിനെ സംഗീത സാന്ദ്രമാക്കുന്ന ഓടക്കുഴൽ ഭഗവാനാണ്. അഹംഭാവം വെടിഞ്ഞ ഭക്തൻ്റെ ഹൃദയത്തിനെ ഭഗവാൻ സംഗീതത്തിനായിട്ട് ഉപയോഗിക്കണു എന്നുള്ളതാണ് അത് പറയുന്നത്. ഭഗവാന്റെ മാറിലും തിരുമുടിയിലും ചാർത്തിയ പൂമാലകൾ പ്രകൃതിയുടെ തന്നെ സമർപ്പണമായിട്ടാണ്. തെച്ചിയും തുളസിയും ചേർത്ത് തിരുമുടിമാലകൾ ഭഗവാന്റെ ആ വന്യമായ സൗന്ദര്യത്തെയാണ് വർദ്ധിപ്പിച്ചിങ്ങനെ കാണിക്കണേ. കഴുത്തിൽ ചാർത്തിയ ഉണ്ടമാലകളുണ്ട്. മുകളിൽ വിധാനമായിട്ട് താമരയും തുളസിയും ചേർന്ന മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒക്കെ അധീശനാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ആ പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടല്ലോ, ആ പുഞ്ചിരിക്കുന്ന ഉണ്ണിമുഖം, അത് കാണുമ്പോൾ നമ്മൾ അറിയാതെ വിളിച്ചു പോവും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ വിളിക്കും, ചൊല്ലിപ്പോവും. നമ്മുടെ എല്ലാ രോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം ആ തൃപ്പാദത്തിൽ നമുക്ക് അർപ്പിക്കുക. കണ്ണൻ്റെ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കും. ആക്കണേന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ എന്നെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാം. നാരായണ 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 നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.